ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. പരിപാടിയിൽ പങ്കെടുക്കാത്ത ജനപ്രതിനിധികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ചോറ്റുപാറ സബ് സെന്റർ, വനിതാ ഫിറ്റ്നസ് സെന്റർ, പൂമല കുടുംബാരോഗ്യ കേന്ദ്രം, കോൺഫറൻസ് ഹാൾ എന്നിവയുടെ ഉദ്ഘാടന ചടങ്ങിനിടെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വികസനത്തിൽ രാഷ്ട്രീയം കളിക്കരുതെന്ന് അഭിപ്രായപ്പെട്ടത്. ശക്തമായ പിന്തുണ നൽകണമെന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് ഇത് പൂർണ്ണമായും ജനങ്ങളുടെ എന്ത് രാഷ്ട്രീയം കളിച്ചാലും ജനങ്ങളുടെ അത്യാവശ്യങ്ങളിലേക്കാണ്. ഇങ്ങനെ ഒരു സൗകര്യം ഇവിടെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്കൊരു 100-ൽ ഒരു പക്ഷെ പൊലിഞ്ഞു പോയേക്കാമായിരുന്ന 100 പേരിൽ നിന്ന് ഒരു 50 പേരെങ്കിലും രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞെങ്കിൽ ഈശ്വരന്റെ അനുഗ്രഹം തിരിച്ചറിഞ്ഞുണ്ടാവും. ആ അനുഗ്രഹം നിരന്തരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും പ്രിയപ്പെട്ട ഹരിതകർമ്മസേന അംഗങ്ങൾ അടക്കമുള്ളവർ, പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങൾ, തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ എല്ലാവരും, ഉദ്യോഗസ്ഥ വൃന്ദം, ഡോക്ടർമാർ, എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സ്നേഹം, നന്ദി, നമസ്കാരം. ചടങ്ങിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA ആയിരുന്നു അധ്യക്ഷത വഹിക്കേണ്ടിയിരുന്നത്. എന്നാൽ അദ്ദേഹം ചടങ്ങിൽ പങ്കെടുത്തില്ല. കെ രാധാകൃഷ്ണ MP മുഖ്യാതിഥിയായിരുന്നു. അദ്ദേഹവും ചടങ്ങ് ബഹിഷ്കരിച്ചു. ഇതാണ് മന്ത്രി സുരേഷ് ഗോപിയെ ചൊടിപ്പിച്ചത്. ജനപങ്കാളിത്തം കൊണ്ട് സമ്പുഷ്ടമായിരുന്നു സദസ്സ്. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ശ്രീദേവി PT, മുളങ്ങുന്നത്തുകാവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മെറീന ബാബു, അഡ്വക്കേറ്റ് ബിജു വർഗീസ്, സുമ സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.